ഹായ് ഗൈസ്, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. മെലിഞ്ഞ് സുന്ദരിയായിട്ടിരിക്കാനല്ലേ നമ്മളുടെയൊക്കെ ആഗ്രഹം. നല്ല ഡ്രസ്സുകൾ ഇടാനും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി വെയിറ്റൊക്കെ കുറഞ്ഞ് നല്ല സുന്ദരിയായല്ലോ എന്ന് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ, അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് 1 മന്ത് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചിരിക്കും, എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കണം, എനിക്കതിന് സാധിക്കും. സെൽഫ് മോട്ടിവേഷനേക്കാളും വലുതായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഫുഡിൽ കുറച്ച് അൺഹെൽത്തി ഫുഡൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യം തന്നെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഷുഗറുള്ള ഒരു സാധനം നമ്മൾ കഴിക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുക. അതായത് സ്വീറ്റ്സ്, കേക്ക്, ചോക്ലേറ്റ്, ഐസ്ക്രീം, ജ്യൂസ്, കോള അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. ചോക്ലേറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇത്തിരി ആഗ്രഹം തോന്നിയാലും അപ്പോൾ മനസ്സിലിങ്ങനെ ആലോചിക്കുക, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കണം. അടുത്തായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഫ്രൈഡ് ഐറ്റംസ്. ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ കഴിക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുക. ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഫ്രഞ്ച് ഫ്രൈസ്, ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. മൂന്നാമത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ് ഫാസ്റ്റ് ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്. പിസ്സ, ബർഗർ, KFC ഇങ്ങനെയുള്ളതൊക്കെ. ഇതിലൊക്കെ ധാരാളം കാലറീസ് അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് കൂടാൻ ഇത് കാരണമാവും. ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. അതെത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മളിപ്പോൾ TV ഒക്കെ കണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിപ്സൊക്കെ ഇരുന്ന് കുറിക്കാറില്ലേ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ മാറ്റി വയ്ക്കുക. അതിന് പകരം നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും. പക്ഷേ ഇതൊന്നും ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. ഡെയിലി ഒരു പിടി എന്നുള്ള കണക്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അതായത് 5 ആൽമണ്ട്സ്, അല്ലെങ്കിൽ 5 കാഷ്യൂനട്ട്, അല്ലെങ്കിൽ 5 ഡേറ്റ്സ്, ഈ രീതിയിൽ ഏതെങ്കിലും ഒന്ന് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് വെള്ളം കുടിക്കുക. ദിവസം 8-10 ഗ്ലാസ് വെള്ളം എല്ലാവരും കുടിച്ചിരിക്കുക. വെള്ളം നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ബേൺ ചെയ്ത് പോകാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും ഹെയറിനും വെള്ളം നല്ലോണം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ. ദിവസവും 3 കപ്പ് ഗ്രീൻ ടീ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാ കാലറീസ് നമ്മൾ അറിയാണ്ട് തന്നെ ബേൺ ചെയ്തു പോകുന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കഴിക്കുന്ന ഫുഡിൻ്റെ പോർഷൻ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. ഒരിക്കലും ഫുഡ് കഴിക്കാതെ വെയിറ്റ് കുറയ്ക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പോർഷൻ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് 3 ദോശ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അത് 2 ആക്കി ചുരുക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ അളവും നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഫുഡിൻ്റെ പോർഷൻ കുറച്ച് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നന്നായി ചവച്ചരിച്ച് കഴിക്കുക, സമയമെടുത്ത് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കഴിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും, വിശപ്പ് മാറുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത്. 7-8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദിവസവും ഉറങ്ങുക. 6 മണിക്കൂറിനേക്കാളും കുറവ് ഉറങ്ങണവരിലും 8 മണിക്കൂറിനേക്കാളും കൂടുതൽ ഉറങ്ങണവരിലും വെയിറ്റ് കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും പണികളൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിച്ച് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ TV കണ്ടിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നല്ല ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ അറിയാണ്ട് തന്നെ കാലറീസ് ബേൺ ചെയ്ത് പോകും. അതുപോലെ എക്സസൈസ് അല്ലെങ്കിൽ യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഏർലി മോർണിംഗ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസത്തിലെ ബാക്കി ഏത് സമയത്ത് ചെയ്യണേക്കാളും 3 ഇരട്ടി കൂടുതൽ കാലറീസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ചെയ്തു പോകും. എപ്പോൾ മോർണിംഗ് നമ്മൾ ഇതുപോലുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ 4 മണിക്കൂറിനേക്കാളും കൂടുതൽ ഒരേ ഇരിപ്പ് അങ്ങനെ ഇരിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളൊരു മൂവ്മെൻറ്റ്സും ഇല്ലാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ ലെവൽ കുറയും, നമ്മുടെ ശരീരത്തിലെ കാലറീസ് ബേൺ ചെയ്യണത് കുറയും, വെയിറ്റ് കൂടി വരും. അതുപോലെ നന്നായിട്ട് വാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യാണ്ട് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കൂടുതൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മളുടെ കാലറീസ് ബേൺ ചെയ്ത് പോകും. പിന്നെ ഒരിക്കലും നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്
ഇപ്പോൾ 1 മാസം ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ 2 മാസം ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ വിചാരിക്കാണ്ട് അതൊരു ജേണി ആയിട്ട് വിചാരിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ എന്നും ഫോളോ ചെയ്ത് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിപ്പോൾ കുറഞ്ഞ വെയിറ്റ് അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യണേന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.